അപ്പോൾ ചങ്ങായിമാരെ നമ്മളിതാ അടുത്ത ലോഡ് കല്ലിലോട് കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. കോഴിക്കോട്ടേക്കാണ് നമുക്ക് ലോഡ്. കോഴിക്കോട്ടേക്കുള്ള ലോഡ് നമ്മൾ പ്രാവശ്യം കയറ്റുന്നത്. നമുക്കൊരൊറ്റ സൈറ്റിലാണ് ലോഡ് ഇറക്കാനുള്ളത്. ഇതുപോലെ ഒരൊറ്റ സൈറ്റിൽ തന്നെ ലോഡ് ഫുള്ളാകുമെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. ഇവിടെ തന്നെ നമ്മൾ നിർത്തിയിട്ടുള്ളൂ. ഇവിടുന്ന് ഏകദേശം ആ മുക്കാൽ ഭാഗം കല്ലുന്നല്ല, സംഗതി തീരാനായി തുടങ്ങി. മറ്റേതിങ്ങനെ നടക്കണം. ഇവിടെ സാധനം ഒരുപാട് സ്റ്റോക്കാണ്, ഇല്ല നിരത്തി വെച്ചിട്ടുണ്ട്. നമ്മൾ ലോഡ് എടുത്താലിപ്പോൾ നമ്മളെ ലീവ് സെറ്റൊക്കെ ഒന്ന് സെറ്റാവുള്ളൂ. അടിച്ച് പോകുന്നതല്ല. ഇങ്ങോട്ട് പോകുന്ന ലോഡാണെങ്കിൽ 13 ടൺ ഉണ്ടായിട്ടുള്ളൂ. ഒരു സിംഗിൾ വീടിനുള്ള ലോഡായിട്ടും കൊണ്ട് നമ്മൾ വന്നത്. അപ്പോൾ അതുകൊണ്ട് അതൊന്നും സെറ്റ് അറിയില്ല. 13 ടണ്ണാണ്. നമുക്ക് 25 ടണ്ണിന് കയറ്റുമ്പോഴേ ഒന്ന് സീറ്റിംഗ് ആവുള്ളൂ. ലേശമായി ഒന്ന് ഇരിക്കണം. അപ്പോൾ നമ്മൾ ലോഡിങ് ഇങ്ങനെ നടന്നുകൊണ്ട് നിൽക്കുകയാണ്. ഇവിടുന്ന് മുഴുവനായാൽ വേറെ സ്ഥലത്തേക്ക് ഇങ്ങനെ പോകണ്ട, മറ്റേ നടന്ന് ഇങ്ങനെ കയറ്റണം. ഇവിടുന്ന് ഫുള്ളാകുന്ന കരുതുണ്ട്, നോക്കട്ടെ. ഏകദേശം മുക്കാലധികം ആയിട്ടുണ്ട്. കുറച്ചും കൂടെ ഉള്ളു. മാവൊക്കെ പുകിട്ടിക്കുന്നു. ഞാൻ റിട്ടേൺ കൊണ്ടുപോകണ്ടോ, പൊട്ടെന്തേലും ഉണ്ടാവും. അപ്പോൾ നമ്മളെ ലോഡ് ഇന്ന് നേരത്തെ കയറ്റി കഴിഞ്ഞു. ഇവിടെ 12:30 മണി ആയിട്ടുള്ളൂ. അത്ര നേരത്തെ ആവില്ല. ഇന്നിപ്പോൾ ഒരൊറ്റ സ്ഥലത്ത് നിന്ന് കയറ്റിയത് കൊണ്ടാണ് പെട്ടെന്ന് കഴിഞ്ഞത് കേട്ടോ. ഇത് നമ്മൾ ബ്രിഡ്ജിൽ നിന്ന് തൂക്കിയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. ഇനി ബില്ല് കിട്ടണം. അപ്പോൾ ബില്ലിന് വെയിറ്റ് ചെയ്യാൻ അപ്പുറത്തെല്ലാം കൊണ്ട് മാറ്റി നിർത്തണം. നേരത്തെ ആയതുകൊണ്ട് ഇന്ന് എന്തെങ്കിലും പ്രശ്നം എന്തെങ്കിലും ഉണ്ടാകും. ഇതാണ് ബ്രിഡ്ജ്. 25 ടണ്ണിന് 50 കിലോൻ്റെ കുറവുണ്ട്. പിന്നെ ബില്ല് വാങ്ങണം. അപ്പം ഇങ്ങനെ നമ്മൾ താമരശ്ശേരി ചുരം ഇറങ്ങാം. നമ്മൾ ലോഡ് കയറ്റിയിട്ട് എവിടെ നിർത്തിയിട്ടില്ല. നമ്മളങ്ങനെ ഒരേ ലെവലിലേക്ക് പോകുന്നു. അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ചുരം ഇറങ്ങാൻ പറ്റും. മറ്റേത് തിരക്കാവും, രാത്രി ഒക്കെ ഇറങ്ങാൻ കഴിയുള്ളൂ. ഇപ്പോൾ ന്യൂ ഇയറിൻ്റെ തലേ ദിവസം ആയതുകൊണ്ട് പകൽ വണ്ടി വിടുന്നുണ്ട്, രാത്രി തിരക്ക് കൂടുതലായിരിക്കും. അപ്പം നമ്മൾ പെട്ടെന്ന് ഇറങ്ങാൻ പറ്റും. അതിൻ്റെ ഇടയിൽ നല്ലൊരു മഴ. നമ്മൾ ലക്കടിന്ന് ഭക്ഷണം കഴിക്കാൻ നിർത്തിയപ്പോൾ അവിടുന്ന് തുടങ്ങിയതാണ് മഴ. ഫുള്ളായിട്ട് മഴയാണ്. അതുവരെ മഴയൊന്നുമില്ല കേട്ടോ, നല്ല വെയിലായിരുന്നു, കാലാവസ്ഥയായിരുന്നു. റോഡൊക്കെ ഇപ്പം തന്നെ തിരക്ക് തുടങ്ങിയിട്ടുണ്ട്. നല്ല തിരക്കാണ്. ന്യൂ ഇയർ ആഘോഷം. ഒരുപാട് വണ്ടികൾ മേലൊക്കെ കയറുന്നുണ്ട്. ഈ വളവിൽ ഈ കാറ് ചെറു വണ്ടികൾ ഇങ്ങനെ വരുമ്പോഴാണ് നമുക്ക് ഒഴിഞ്ഞ് പോകാനുള്ള സ്ഥലം കിട്ടും. നമുക്കതിനെ റൈറ്റ് കയറിയിട്ട് ടേൺ ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. നമ്മളിറങ്ങിയാലും നമ്മളെ ബാക്കിൽ വണ്ടിക്ക് ഇറങ്ങാൻ പറ്റുള്ളൂ കേട്ടോ. നമ്മുടെ ബാക്കിലൊക്കെ ബ്ലോക്കായി നിൽക്കണം. നമ്മുടെ ഫ്രണ്ടിലുള്ള വണ്ടി മാറിയാലേ നമുക്ക് ഇറങ്ങി പോകാൻ പറ്റുള്ളൂ. ഇന്നത്തെ രാത്രിക്കത്തെ അവസ്ഥ ഭയങ്കര ക്ഷീണേക്കാരം. അവിടെ നിൽക്കാൻ പറഞ്ഞോ ഇല്ലേ? ഞാടെ നിൽക്കി.
മഴ ആയതുകൊണ്ട് ബൈക്കിൻ്റെ ഒരു കുറവുണ്ട്, അല്ലെങ്കിൽ അവരും ഉണ്ടാവും ഇതിൻ്റെ ഇടയിൽ കൂടെ. നമ്മൾ പാർട്ടിക്ക് വിളിച്ചപ്പോൾ വൈകുന്നേരം എത്താൻ കഴിയുകയാണെങ്കിൽ ഇറക്കുക, മറ്റേത് നാളെ ന്യൂ ഇയർ അല്ലേ, പണിക്കാരൊന്നും കിട്ടില്ല എന്നൊക്കെ പറഞ്ഞതുകൊണ്ട് എവിടെ നിൽക്കാതെ ഇങ്ങനെ ഞങ്ങൾ ഇറങ്ങി പോവാണ്. മഴ ആയതുകൊണ്ട് നമുക്ക് ചിലക്ക് ഇറങ്ങുമ്പോൾ ഇതുപോലെ പകലൊക്കെ ഇറങ്ങുമ്പോൾ മഴ കിട്ടണേ നമുക്ക് ടയറിനോ വണ്ടിക്കൊക്കെ നല്ലൊരു സുഖമാണ് കേട്ടോ. ടയർ ചൂടാലൊക്കെ കമ്മിയാവും. വെച്ചിട്ടില്ലേ ചൂടാറിന് നമ്മുടെ എത്തണ്ടേ ആണ്, വേറെ ഒന്നല്ല. ചുവട്ടൊക്കെ പാറി പോകുന്നുണ്ട്. അപ്പോൾ ചങ്ങായിമാരെ നമ്മളെ ലോഡ് നമ്മുടെ സൈറ്റിലെത്തിയിട്ടുണ്ട്. കോഴിക്കോട് IMG താഴം ഇവിടെയാണ് ഷോപ്പ് വരുന്നത്. മാറ്റി കയറ്റാനുണ്ട്, കുറച്ച് വണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ നാളെ ന്യൂ ഇയർ ഒന്നായതുകൊണ്ട് ഇപ്പം തന്നെ ലോഡ് ഇറക്കാം. മറ്റേ നാളെ ഒക്കെ ലീവ് കയറും. ചാരി വെക്കണം ഞങ്ങട്ട്. അപ്പോൾ ഒന്നും കൂടി ചാരി വെക്കട്ടെ. അപ്പോൾ വണ്ടി ഒന്നും കൂടി ചേർത്ത് നിർത്തി കൊടുത്തു. ഇത് കുറേ റൂട്ടിലായി. അവിടെ ആ ബിൽഡിങ്ങുകളൊക്കെ പൊന്നുണ്ട് കേട്ടോ. എത്രങ്ങാനും ഹൈറ്റാണ്. ഷെയർ ഇൻറ്റീരിയർ ആ ബാക്കിലുള്ള വണ്ടി വെൽ തന്നെയാണ് കേട്ടോ. CR അപ്പോൾ ഓർഡർ ഇറക്കട്ടെ. നേരെ 6 മണി കഴിഞ്ഞു. നമ്മൾ മെഡിക്കൽ കോളേജ് റോഡാണത്. റോഡ് നേരെ പോണത് മെഡിക്കൽ കോളേജാണ്. അപ്പോൾ ചങ്ങന്മാരെ നമ്മളെ ലോഡ് ഇന്നലെ ഇറക്കി തീർന്നില്ല. ഇന്നിപ്പോൾ രാവിലെ സ്റ്റാർട്ടായിട്ടുണ്ട് ഇറക്കൽ. ചെറുവണ്ടിയിൽ കയറ്റി മാറ്റി കയറ്റി കൊണ്ട് ഇറക്കി കൊടുക്കുക കേട്ടോ. നമ്മൾ ഇന്നലെ നിർത്തിയതിൻ്റെ കുറച്ച് മുന്നേക്കായിട്ട് ആ പുതിയ ബിൽഡിങ് പണീൻ്റെ അവിടേക്ക് നിർത്തിയിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ഒരു ഐറ്റമാണ് ടാപ്കോൺ ആ തോന്നുന്നു ബിൽഡിങ്ങിൻ്റെ പേര്. ഫുള്ള് അതിൻ്റെ ഫ്ലെക്സുകളാണ്. മേലൊന്നും താഴേക്ക് വരില്ല എന്ന് കരുതാം. റോഡർക്കൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം പകുതിയിലധികം ആയിട്ടുണ്ട്.
ഇവിടെയാണ് ഇന്നലെ നമ്മൾ നിർത്തിയിരുന്നത്. അവിടെയാണ് നമ്മളെ സ്റ്റോപ്പ് ഉള്ളത്. അപ്പോൾ അവിടെ ആ ഒരു വണ്ടി കൂടി നിൽക്കണോണ്ട് ബസ് സ്റ്റോപ്പാണിത്. ഇതും ബസ് സ്റ്റോപ്പ് തന്നെയാണ് കേട്ടോ. ഇതിനുള്ളൊരു ഗ്യാപ്പ് ഉണ്ട് നിർത്താനും ഒക്കെ ഉള്ള. അവിടെ ആ ഒരു വണ്ടി നിൽക്കണോണ്ട് ഗ്യാപ്പില്ല. അപ്പോൾ നമ്മൾ വലത്തെ ഭാഗത്തൊക്കെ നിർത്തിയതാണ്. അപ്പോൾ അതാ നമ്മൾ പല ഷോപ്പിൽ കയറ്റിയിട്ടുണ്ട് വണ്ടി. ലോഡൊക്കെ കഴിഞ്ഞതാണ്. കുറച്ചും കൂടിയാണ് ബാക്കിയൊക്കെ ലൈനിൽ കൊടുത്തിട്ടുണ്ട്. സാധനങ്ങളൊക്കെ ലൈനിൽ കൊണ്ട് ചെറുവണ്ടിയിൽ കൊണ്ട് ഇറക്കി കൊടുത്തിട്ടുണ്ട്. ഞാൻ ബാക്കിയുള്ള സാധനം ഇവിടെ ഇറക്കിയിടാം. അപ്പോൾ വണ്ടി ചെറുവണ്ടി ലൈനിൽ പോയതാണ്. ചെറുവണ്ടിയും പണിക്കാറൊക്കെ കേട്ടോ. ഇത് വന്നു കഴിഞ്ഞാൽ ഇത് ഇറക്കിയിട്ടാൽ നമ്മൾ ഫ്രീ ആവും. നമ്മൾ കൂടുതലൊന്നും വലിച്ചു നീട്ടുന്നില്ല. കാരണം നമ്മൾ ഈ ട്രിപ്പിനെ കുറിച്ച് നമ്മൾ കല്ലിലൂടെ ഒരുപാട് വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. പിന്നെ കൂടുതൽ ചെയ്താൽ ബോറാവും. ചെടികളൊക്കെ ഉണ്ടല്ലോ, ചെടികളും വിൽപ്പനൊക്കെ ഉണ്ട്. അപ്പോൾ വീട് നമ്മൾ വൈൻഡപ്പ് ചെയ്യട്ടെ. ഇനി അടുത്തൊരു ലോഡ് എന്താ കിട്ടുമെന്ന് അറിയില്ല. അപ്പോൾ നമ്മൾ സ്ഥിരമായിട്ട് ഹൈദരാബാദൊക്കെ തന്നെയാണ് പോകുന്നത്. കൂടുതൽ ലോങ് പോയാൽ കാക്ക പ്രായ മനുഷ്യനല്ലേ, കാക്കാനെയും കൊണ്ട് പോയാൽ കാക്കി ഞാനും ബുദ്ധിമുട്ടും. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ചെറിയ വലിയ ദൂരം പോകാത്തൊരു കളി ഇങ്ങനെ കളിക്കണത് കേട്ടോ. അപ്പോൾ നമ്മൾ വീഡിയോ സ്റ്റോപ്പ് ചെയ്യട്ടെ. അപ്പോൾ നിങ്ങൾ വീഡിയോയൊക്കെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ കമൻറ്റുകളും നിർദ്ദേശങ്ങളൊക്കെ ഒന്ന് അറിയിക്കുക. ഇനി അടുത്ത് എന്ത് ലോഡാണ് കിട്ടുകയെന്ന് അറിയില്ല. നമ്മൾ ഹൈദരാബാദൊക്കെ വെറൈറ്റി ലോഡുകൾ നമുക്ക് കിട്ടണത്. അപ്പോൾ വീഡിയോ ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.